കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം. ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും പുലർച്ചെയോടെ വീണ്ടും പുക ഉയരുന്നുണ്ട്. എണ്ണപ്പന എസ്റ്റേറ്റിന് തീയിട്ടതാണോ എന്ന സംശയത്തിലാണ് അധികൃതർ. തീപിടുത്തം പോലീസ് അന്വേഷിക്കും. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാവും അന്വേഷണം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിൽ നിന്നും വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആകെ പുക മൂടിയ അവസ്ഥയാണ് അവിടെ. അപ്പോൾ ഈ വീണ്ടും പുകയിടുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം അവിടെ? സേതുലക്ഷ്മി, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഈ ഓയിൽ പാം എസ്റ്റേറ്റിൽ ഉണ്ടായത്. ഏതാണ്ട് 90 ഏക്കറിനടുത്ത് വരും ഈ എസ്റ്റേറ്റും പരിസരവും. ഇവിടെ ആദ്യം ഒരു മലയിലാണ്, നമുക്ക് പുറകെ കാണുന്ന ഒരു മലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അവിടെ പൂർണ്ണമായും കത്തി വൈകിട്ടോടുകൂടി തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പിന്നീട് അടുത്തുള്ള മേഖലകളിലേക്ക്, അടുത്തുള്ള മലകളിലേക്ക് ഈ തീ വ്യാപിക്കുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുലർച്ചയോടുകൂടി പലയിടത്തു നിന്നും കാറ്റ് വീശിയതോടുകൂടി അടിക്കാടുകളിൽ അകപ്പെട്ടിരിക്കുന്ന കനലുകൾ കത്താൻ തുടങ്ങി. വിവിധ മേഖലകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പുക ഉയരുകയാണ്. ഏതാണ്ട് ഇവിടെ 100ഓളം എണ്ണപ്പനകൾ കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എല്ലായിടങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പുക ഉയർന്നു വരികയാണ്. ആവശ്യമെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ വീണ്ടും ഫയർഫോഴ്സ് സംഘം എത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പുകയുയരുന്ന, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കണ്ടച്ചിറ എസ്റ്റേറ്റിലടക്കം ഫയർഫോഴ്സ് സംഘം എത്തി ഈ തീ അണയ്ക്കാനുള്ള, ഇപ്പോൾ ഈ പുകയുയരുന്ന ഭാഗത്ത് വീണ്ടും വെള്ളം തളിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയം കാണുന്നത്. സാധാരണ വേനൽക്കാലങ്ങളിലൊക്കെ തന്നെ തീപിടുത്തം ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്ര വലിയ ഒരു തീപിടുത്തം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഓയിൽ പാം എസ്റ്റേറ്റിൽ ഉണ്ടാകുന്നത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി അത് അവർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ, അതുപോലെ ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ എക്സിറ്റ് കവാടങ്ങളിലേക്ക് പോകുന്ന CCTV കവാടങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തരത്തിലുള്ള സാധ്യതകളും പരിശോധിക്കും. കാരണം അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായത്. നമുക്കറിയാം, ഈ കാണുന്ന മല, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മലയ്ക്ക് താഴ്വശമായി ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലേക്ക് ഈ തീ പടരുമോ എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാത്രി, അതായത് വാഹനങ്ങൾ കടന്നു പോകാത്ത വനമേഖലയിലേക്ക് JCB ഉൾപ്പെടെയുള്ളവ കയറ്റി റോഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ കെടുത്തിയത്. പുലർച്ചെ വരെ ഫയർഫോഴ്സിൻ്റെ എല്ലാ യൂണിറ്റുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഈ പുക ഉയരാൻ ആരംഭിച്ചത്. ഇന്ന് രാവിലെ നല്ല രീതിയിൽ കാറ്റ് വീശി, അതോടുകൂടി പലയിടത്തും എസ്റ്റേറ്റിൻ്റെ പലയിടത്തും പുക ഉയരുന്നുണ്ട്. ഇപ്പോൾ വലിയ പുക പടലങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ കാറ്റ് വലിയ രീതിയിൽ വീശുന്ന ഒരു മേഖലയാണ്, താഴ്വാരമാണ്, മലകളാണ്, ഒരു സൈഡിൽ വനപ്രദേശമാണ്. എന്തായാലും വനമേഖലയിലേക്ക് ഈ തീ പടർന്നിട്ടില്ല. വനം വകുപ്പ് അധികൃതരും ഫോറസ്റ്റും ഒക്കെ തന്നെ ആ മേഖലയിൽ വലിയ രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ആശങ്ക ഒഴിയുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. അട്ടിമറി സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ അധികൃതരും അതിൻ്റെ ചെയർമാനും മാനേജറും ഒക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉന്നത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിക്കും. എന്തായാലും പ്രാഥമികമായി ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ അടിക്കാടുകളിൽ നിന്ന് ഉയരുന്ന തീ ഏത് വിധേനയും അണയ്ക്കുക എന്നതാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ഇന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ, ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് വീണ്ടും വെള്ളം തളിച്ചുകൊണ്ട്, ഇപ്പോൾ പുകയുയരുന്ന ഭാഗത്ത് വെള്ളം തളിച്ച് തീ അണയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ എണ്ണപ്പനകളാണ് കൂടുതലും കത്തി അമർന്ന് ഇവിടെ കിടക്കുന്നത്. അതായത് ഈ പ്രദേശം മുഴുവനും എണ്ണപ്പനകൾ ഉണ്ടായിരുന്നു. ഈ എണ്ണപ്പനകൾ മുഴുവനും അഗ്നിക്കിരയാക്കി.
ഏതാണ്ട് 100ഓളം എണ്ണപ്പനകളാണ് അഗ്നിക്കിരയായി ഈ ഭാഗത്തേക്ക് വീണത് എന്ന് വേണം പറയാൻ. അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. ഷമീർ, ഇപ്പോൾ നിലവിൽ എന്തായാലും പോലീസ് എല്ലാ ഒരു അട്ടിമറി സാധ്യത തന്നെയാണോ അത് കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ വേനൽക്കാലങ്ങളിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായാൽ ഇത്രയും വലിയ മേഖലകളിലേക്ക്, ഏതാണ്ട് ഇപ്പോൾ ഇതിൻ്റെ 25% മേഖലകളിലേക്കും ഈ തീ ആളി പടർന്നു. ആ ഒരു സാഹചര്യമാണ് അവർ പരിശോധിക്കുന്നത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും അട്ടിമറി സാധ്യത മറ്റ് തീ വെച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ രീതിയിലൊരു തീപിടുത്തം ഈ പ്രദേശത്തുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അട്ടിമറി സാധ്യത പരിശോധിക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ രാത്രി തന്നെ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു പ്ലാന്റേഷൻ കോർപ്പറേഷനാണ്. ഇത്രത്തോളം വലിയ ഒരു മേഖല, ആ മേഖലയ്ക്ക് താഴ്വശമായി വനമേഖലയുണ്ട്. അങ്ങനെ ഒരു 4 മലകൾ കേന്ദ്രീകരിച്ച നടുവിലാണ് ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും വന്യമൃഗങ്ങളടക്കം തൊട്ടടുത്ത മലകളിലുണ്ട്. ആ ഭാഗത്തേക്ക് തീ ഇന്നലെ രാത്രി എത്തുമോ എന്ന് ആളുകൾ ഭയന്നു. അതുപോലെ തന്നെ തൊട്ട് താഴ്വാരത്തുള്ള മാഞ്ചിയം എസ്റ്റേറ്റിൻ്റെ തൊട്ട് താഴെ ജനവാസ മേഖലയാണ്. അവിടേക്ക് വരെ തീ എത്തുമോ എന്ന് വളരെ അധികം ആളുകൾ ആശങ്കപ്പെട്ടു. പിന്നീട് നാട്ടുകാരും അതുപോലെ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകളും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും ഈ പുകപടലങ്ങൾ ഇപ്പോഴും ഉയരുന്നത് വളരെയധികം ആശങ്ക ഉയർത്തുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ, കാറ്റ് വീശുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വീണ്ടും കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഒരു തീപിടുത്തം വീണ്ടും ഉണ്ടാകുമോ എന്നൊരു ആശങ്കയിലാണ് ഈ പ്രദേശം ഉള്ളത്. സേതുലക്ഷ്മി. ശരി, ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.